ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്ക വ്ളോഗുമായിട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക എന്ന് മനസ്സിലാവും. ചക്ക കൊണ്ട് ഒരു 4 ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുമോ നോക്കുക. ചിലർക്കൊക്കെ പരിചയമുള്ളത് തന്നെയായിരിക്കും, എന്നാലും എൻ്റേതായ ഒരു വെർഷനാണ്. കണ്ടു നോക്കുക. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് ഇഷ്ടം പോലെ കിട്ടാവുന്നൊരു സാധനമാണ്. നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. മാത്രമല്ല ലോക്ക്ഡൗൺ കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് ചക്ക ചിപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ചക്ക ചിപ്സ് പലർക്കും അത് അത്ര പെർഫെക്റ്റായിട്ട് വരുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന്, എങ്ങനെ ട്രൈ ചെയ്താലാണ് ശരിയാവുക നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ചക്ക പറിച്ചെടുക്കണം. അതാണൊരു വലിയ ടാസ്ക് ഉള്ളതിൽ. ഇപ്പം നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. പക്ഷേ കുറച്ച് ലേറ്റായിട്ടേ സാധാരണ ഈ ചക്ക ആവാറുള്ളൂ. ജൂൺ ജൂലൈ ഒക്കെ ആവും. ഇതിലിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്ന ചക്കയാണിത്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. നല്ല സീനറിയാണ്, ഇഷ്ടംപോലെ മരങ്ങളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മളെ വീടുള്ളത്. നമുക്കൊരു പ്ലാവ് തന്നെ ഉള്ളൂ. ബാക്കിലൊക്കെ ഇഷ്ടംപോലെ റബ്ബർ മരങ്ങളൊക്കെ ഉള്ളത് കാരണം അങ്ങനെ കാര്യമായിട്ടൊന്നും ചെടികളൊന്നും ഉണ്ടാവാത്തൊരു സ്ഥലമാണ്. ഒറ്റ പ്ലാവേ ഉള്ളൂ നമുക്ക്. ഇപ്രാവശ്യം കുറച്ചധികം ചക്ക ഉണ്ടായിട്ടുണ്ട്. ഞാനിതാ ചക്ക പറിക്കുകയാണ്. അങ്ങ് എത്തിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് അകലത്തിലാണ് ഇരിക്കുന്നത്. വീടിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ചക്ക പറിച്ചത്. ഒരു കത്തിയൊക്കെ കെട്ടി ഒരു വിധത്തിൽ ശ്രമിച്ചു, നടന്നു. ആ ചക്ക വീണ് കഴിഞ്ഞു. നിലത്ത് വീണപ്പോഴേക്കന്നെ ചക്ക പൊട്ടി. കാരണം പിന്നെ ഇത് പപ്പായയാണ് കേട്ടോ. അതാ കൂട്ടത്തിൽ പറിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം. നല്ല പഴുത്ത പപ്പായ ഉണ്ട്. ചക്ക വീണപ്പോഴേക്കന്നെ അത് പൊട്ടി. കാരണം നന്നായിട്ട് മൂത്തിയിരുന്നു. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കന്നെ ശരിക്കും പഴുത്തു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ചക്ക മുറിക്കണം. പിന്നെ അത്യാവശ്യം മൂത്ത ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞു കിട്ടും, ഈസി ആയിട്ട് മുറിഞ്ഞു കിട്ടും. ഒരു സൈഡ് മാത്രമാണ് ഞാനിപ്പോൾ ആദ്യം എടുത്തത്. കാരണം ചക്ക കറി വെക്കാനും പിന്നെ ചക്ക ഫ്രൈ ചെയ്യാനും. ഇത് കണ്ടോ, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നിറയെ ചുളകളുള്ള ചക്കയാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചക്ക വരട്ടിയതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു പ്രാവശ്യം ഒരു വ്ളോഗായിട്ട് ചെയ്യാം. കറിയും കുറവാണ് ഈ ചക്കയ്ക്ക്. നമ്മൾ ചക്ക ശരിക്കും എല്ലാവർക്കും ഒരു റിസ്കി ഒരു പണിയായിരിക്കും. പക്ഷേ അത്ര റിസ്ക്കുള്ളൊരു പണിയൊന്നും അല്ല ചക്ക അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ. മാത്രമല്ല എന്ത് ചെയ്താലും ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ചക്ക പഴുത്താലും ടേസ്റ്റാണ്, കറി വെച്ചാലും ടേസ്റ്റാണ്. ഈ ചക്കക്കുരു ആയാലും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. എങ്ങനെ വേണമെങ്കിലും പ്രിസർവ് ചെയ്ത് വെക്കാം. ചക്ക ഉണക്കി വെക്കാം. ഞാനതൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് പച്ച ചക്ക ഉണക്കി വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഫ്രൈ ചെയ്യാൻ പറ്റും, കറി വെക്കാൻ പറ്റും. ഒരുപാട് വഴികളുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ ചക്ക പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറിച്ചെടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ചക്ക ഫ്രൈ ചെയ്യാണ്, ചിപ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്ക കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്കച്ചുളയുടെ 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കൂല. അതിൻ്റെ നടുഭാഗം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുകയുള്ളൂ. അപ്പോൾ ആ 2 സൈഡിലുള്ള പോർഷൻസ് എടുത്തിട്ട് നമ്മൾ കറി വെക്കുകയാണ്. അപ്പോൾ അത് കളയണ്ടല്ലോ വെറുതെ. അതുപോലെ കുരു നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ കറി വെക്കാൻ പറ്റും, പായസം ഉണ്ടാക്കാൻ പറ്റും. ചക്കക്കുരു പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, വേറൊരു വ്ളോഗായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ചക്ക പിന്നെ ചിപ്സ്, അതുപോലെ ചക്ക പായസം, ചക്ക അട, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഇത് വരിക്കച്ചക്കയാണ്. ഇനിയിപ്പോൾ പിന്നെ പഴഞ്ചക്ക ആയാൽ പോലും നമ്മൾ കറി വെക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പക്ഷേ വരിക്കച്ചക്കയാണ്. കുറച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ചേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, പഴുത്ത് കഴിഞ്ഞാലാണല്ലോ ചക്കയ്ക്ക് ഡിമാൻഡ്. കുട്ടികൾക്കൊക്കെ പഴുത്ത് കഴിഞ്ഞാലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാട് വലിയൊരു ചക്കയൊന്നുമല്ല. സാധാരണ ഈ പ്ലാവിൽ വലിയ ചക്കയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഈ മടൽ പോലും നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. ഞാനും കറി വയ്ക്കുമ്പോൾ സാധാരണ ഇതിൻ്റെ മടലൊക്കെ എടുക്കാറുണ്ട്. മടലിൻ്റെ നമ്മൾ ആ പച്ച കളർ ഭാഗം ചെത്തിക്കളഞ്ഞാൽ നമുക്ക് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ നടുക്കുള്ള ആ സംഭവം കൊണ്ട് വരെ കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. വറുത്തരച്ച കറിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
ഇത് പറിച്ചെടുക്കുന്നതും ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് കാണിച്ചത്. ഇപ്പോൾ ഇതാ കണ്ടോ, ചുളേൻ്റെ 2 സൈഡും മുറിച്ച് കളഞ്ഞിട്ട് കുരു എടുക്കുക. എന്നിട്ട് ആ നടുഭാഗമാണ് നമ്മൾ, ഇപ്പം ഞാൻ അരിയുന്നത് കറിക്ക് വേണ്ടിയിട്ടാണ്. ആ 2 സൈഡിലതും കളഞ്ഞാൽ ആ നടുഭാഗം ഇങ്ങനെ കീറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിപ്സ് കഴിക്കുമ്പോൾ എങ്ങനെയുള്ളതെന്ന് അറിയാലോ, അതുപോലെ കീറിയിട്ടാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്. ഈ 2 സൈഡിലുള്ളതും നമ്മൾ കറിക്ക് വേണ്ടിയിട്ട്, ഞാൻ ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇടുന്നത് ഇപ്പോൾ കറിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഇടുന്നത് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരൊറ്റതിൽ തന്നെയാണ് രണ്ടും കൂടിയും ചെയ്യണത്. ചുളയുടെ 2 സൈഡും ഒന്ന് മാറ്റുക. അതാ ഇതുപോലെ അങ്ങേയറ്റം ഇങ്ങേയറ്റം വെട്ടിക്കളഞ്ഞാൽ നടുക്ക് കുരു എടുത്തിട്ട് കളയുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുക ചെയ്യണത്. ഒന്നും നമുക്ക് കളയാനുണ്ടാവില്ല, ചക്കയല്ലേ, അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ചക്ക ചിപ്സ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. മാത്രമല്ല മാർക്കറ്റിൽ നല്ല വിലയുള്ളൊരു സാധനം കൂടിയാണിത്. നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഇത്രയും ഡിമാൻഡുള്ളൊരു സാധനം, കാരണം നമ്മൾ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ 100 ഗ്രാമിന് വരെ നല്ല വിലയാണ്. കഴിച്ചാൽ മടുക്കൂല. അതായത് ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കണം. ഏകദേശം ഒരേ കനത്തിലാവാൻ നോക്കുക. എന്നാൽ പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴും ഒരേ ഇതിൽ വരും. ഇല്ലെങ്കിൽ പിന്നെ വേവ് രണ്ടും പലതും പല പോലെ ആയിരിക്കും. ഇപ്പം ഞാനത് വേവിച്ച് കഴിഞ്ഞു, അരിഞ്ഞു കഴിഞ്ഞു, എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ചിപ്സ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനങ്ങ് ഇളക്കി എടുക്കുകയാണ്. ചിലരൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്, കലക്കി ഒഴിക്കാറില്ല. ചട്ടി ചൂടാക്കി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ചക്ക അതിലേക്ക് ഇടുക. ചക്ക ഇട്ട ഉടനെ ഇളക്കണ്ട. ഇട്ട ഉടനെ ഇളക്കിയാലും ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്നും കൂടി ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഫ്രൈ ആകുമ്പോൾ നമുക്കറിയാലോ ഏകദേശം ചക്ക. ഇപ്പോൾ ഈ ചക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വന്നിട്ടുണ്ട്, പൊള്ളയായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. കനം കുറഞ്ഞ ചക്കച്ചോളയാണിത്. ചില ചക്കയുടെ ചോള നല്ല കട്ടിയുള്ള ടൈപ്പ് ഉണ്ടാവും, അതാകുമ്പോൾ ഫ്രൈ ചെയ്യാൻ അത്ര തന്നെ നന്നാവില്ല. ഇത് കനം കുറഞ്ഞ ചുളയാണ്. അപ്പോൾ നന്നായിട്ട് വന്നു, നല്ല കറുമുറുവായിട്ട് തിന്നാൻ പറ്റുന്ന ചിപ്സായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ ചക്ക ശരിക്കും എപ്പോഴും എല്ലാത്തിനും പറ്റിയൊരു ചക്കയാണ്. ചില ചക്ക നമ്മൾ കറി വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പഴുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇടിച്ചക്ക ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാത്തിനും പറ്റിയതാണ്. ഇപ്പോൾ ഇടിച്ചക്ക കൊണ്ട് നമ്മൾ ചക്ക ചിപ്സൊക്കെ ചില്ലിയൊക്കെ ഉണ്ടാക്കിയിരുന്നു, അതും നല്ല ടേസ്റ്റായിരുന്നു. ഇതും അതുപോലെ തന്നെ ചിപ്സ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതി. ചൂടാറുന്നതിന് മുമ്പ് അങ്ങനെ അടച്ച് വെക്കരുത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ തന്നെ അറിയാം, അങ്ങനെ ചട്ടകത്തിലിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ട്രിപ്പ് ബൈ ട്രിപ്പായിട്ട് ഇട്ടിട്ട് എല്ലാം ഇങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, പിന്നെ ഒന്ന് ലോ ഫ്ലെയിം ആക്കുക. അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഇതിൽ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലായാൽ മാത്രമേ ഇതൊന്നും ശരിക്കും ഒന്നും കൂടി വീർത്ത് വരുള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിൽ ഇടാതിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊന്നും ശരിക്കും വേവാതെ വരും, പെട്ടെന്ന് കരിയും ചെയ്യും. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തതാണ്. ചിലരൊക്കെ ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1/4 ഫ്രൈ ആവുമ്പോൾ പിന്നെ ഉപ്പും മഞ്ഞളും കലക്കി ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തു. മഞ്ഞൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പക്ഷേ മഞ്ഞൾ ചേർക്കുമ്പോഴാണ് ശരിക്കും ഒരു നല്ല കാണാനും ഒരു ഇത് മഞ്ഞൾ ചേർക്കുമ്പോഴാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉപ്പ് എന്തായാലും ചേർക്കുക. എങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ അരിയണതൊക്കെ മടിച്ചിട്ടാണ് ചിലരെങ്കിലും ഇത് ഉണ്ടാക്കാതിരിക്കുന്നത്. കാരണം ഇങ്ങനെ അരിഞ്ഞെടുക്കണമല്ലോ, 2 സൈഡും ഉണ്ടായാൽ പറ്റില്ലല്ലോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ചക്കേൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ചക്കയാണ് കാണുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ചക്ക കൊണ്ടൊരു കറിയാണ്. ചക്കപ്പുഴുക്ക് എന്നും പറയും. ഒരു കറിയായിട്ടാണ് ഞാൻ ചെയ്തത്. അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അരിഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചക്കേൻ്റെ ആ 2 സൈഡിലുള്ള ഭാഗങ്ങളാണ് എടുത്തിട്ടത്. കുറച്ചേ ഉള്ളൂ. ഈ ചക്ക ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെ ആ 2 സൈഡിലുള്ളത് മാത്രം കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ അത് കുക്കറിലിട്ടു.
കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നില്ല. മഞ്ഞൾ ഇടണം ഈ കൂട്ടത്തിൽ തന്നെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു. ഈ ചക്ക കുറച്ച് വെള്ളം വേണ്ട ഒരു ടൈപ്പ് ചക്കയാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരയ്ക്കുന്നത് തേങ്ങ, 3 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, ചെറിയ ജീരകം. ചെറിയ ജീരകം എന്തായാലും വേണം, അപ്പോഴാണ് ചക്കയ്ക്ക് ആ ഒരു ടേസ്റ്റ് വരിക. ചെറിയ ജീരകം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഈ ചക്ക വളരെ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ പൊടി ഇട്ടു. കറിവേപ്പില ഇട്ടു. കറിവേപ്പില ആ കൂട്ടത്തിൽ കിടന്ന് അരയട്ടെ. അപ്പോഴേക്ക് ചക്ക വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഉടച്ചെടുക്കുക. ചിലർക്ക് ചക്ക അങ്ങനെ വേറെ വേറെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ മഞ്ഞളിടാൻ മറന്നിരുന്നു, അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോഴാണ് മഞ്ഞളിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. തേങ്ങ ഒന്നും ചതച്ചതിന് ശേഷമാണ് ഞാൻ കാന്താരി മുളക് ഇട്ട് കൊടുത്തത്. പച്ചമുളകായാലും കുഴപ്പമില്ല. ഞാൻ കാന്താരി മുളക് ഇട്ട് ഒന്നുകൂടി അരച്ചു. എന്നിട്ട് അത് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മഞ്ഞൾ നമ്മൾ ആദ്യം തന്നെ ഇടേണ്ടതാണ് കേട്ടോ. ചക്കയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ വറവിട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ, കറിവേപ്പില, കടുക് ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെ. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഇപ്പോൾ ജീരകമൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ചെറിയ ജീരകം ചേർത്തിട്ടുള്ളൂ. സെർവ് ചെയ്യാണ്. നല്ല മയമുള്ളൊരു കറിയാണിത്. ചക്ക നന്നായിട്ട് വേവും, നല്ല നെയ്യ് പോലെ അങ്ങ് ആയി വരും. ചക്കപ്പുഴുക്ക് റെഡിയായി. വറവിടുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല, എല്ലാവർക്കും അറിയും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനൊക്കെ. ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ മീൻ കറിയാണ് കൂട്ടിയത്. മീൻ കറിയോ ചിക്കൻ കറിയോ ഇനി ഒന്നുമില്ലെങ്കിലും ചമ്മന്തി ആയാലും എന്തായാലും ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉണ്ടാക്കിയത് ചക്ക അടയാണ്. ഇത് ശരിക്കും ചക്ക വരട്ടിയത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. കാരണം ചക്ക ഇല്ലാത്ത സീസണിൽ ഞാനും ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചക്ക വരട്ടി ബോക്സാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ചക്ക, ഇപ്പോൾ പഴുത്ത ചക്ക ഉണ്ടല്ലോ, ഈ ചക്ക കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ചക്ക പഴുത്തു കഴിഞ്ഞപ്പോൾ ചക്ക പഴുത്തത് ഞാൻ എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 7 ചക്കച്ചോളയാണുള്ളത്. അത് വെള്ളമൊന്നും ചേർക്കാതെ, കുരു കളഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലൊന്ന് അടിച്ചു. വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് അരയണം. അതിലേക്ക് തന്നെ ഞാൻ ശർക്കര ഇട്ട് കൊടുത്തു. എന്നാൽ പിന്നെ ശർക്കര മിക്സ് ചെയ്യണ ഒരു ജോലിയില്ല. ശർക്കര ഒന്നും ഇങ്ങോട്ട് ഇടിച്ചിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ കുത്തുന്ന ഇതിലിട്ടിട്ടൊന്ന് ഇടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ എന്തായി, ശർക്കര അതിലങ്ങ് മിക്സായി. ഇപ്പോൾ അതാ കണ്ടോ, ശർക്കരയും ചേർത്ത് കുറച്ച് വാട്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് ഉരുകിയപ്പോൾ ഒന്ന് വാട്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇത്ര അളവ് എന്നൊന്നുമില്ല. തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ ഒരു 1/4 കപ്പൊക്കെ ധാരാളം മതിയാവും. അതിലേക്ക് പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്കൊരു കറക്റ്റ് കണക്കൊന്നുമില്ല. ഇതൊരു നമ്മളൊരു അടയായിട്ട് പരത്തത്തക്ക വിധത്തിലുള്ളൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നവരെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ടി വരില്ല, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. ചക്കയിലുള്ള വെള്ളം, ശർക്കരയിലുള്ള വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 1/4 കപ്പ്, 1/2 കപ്പ്, ഏകദേശം 1/4 കപ്പ്, 3/4 കപ്പ് ഒക്കെ ധാരാളം. 3/4 കപ്പിനേക്കാളും കൂടുതൽ എന്തായാലും വേണ്ടി വരില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അരിപ്പൊടി പത്തിരിപ്പൊടിയാണ്, നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതാണ്. ഇപ്പോൾ ഞാൻ എനിക്കൊരു 1/4 കപ്പേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. കാരണം ചക്ക പിന്നെ ഒന്ന് നമ്മൾ വെള്ളം ഒഴിക്കാതെയല്ലേ അരച്ചത്. പിന്നെ ഒരു ഇലയിൽ, വാഴയിലയിലാണ് ശരിക്കും ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ വാഴയില അങ്ങനെ എടുക്കാൻ പറ്റിയ വാഴയില ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ഇലയാണ് എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ വാഴയിലയാണുള്ളത് വെച്ചാൽ അതും കുഴപ്പമില്ല. അപ്പോൾ ഈ ഇലയിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കുക. ഇതിനകത്ത് ഫില്ലിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇങ്ങ് മടക്കിയാൽ മതി. വെറുതെ നമ്മളെ കൈ കൊണ്ട് വേണമെങ്കിൽ കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ആക്കി കൊടുക്കാം. അങ്ങനെ പരത്തിയിട്ട് അങ്ങ് മടക്കിയാൽ മതി. അകത്ത് ഫില്ലിങ് വെക്കണം എന്നുള്ളവർക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ തേങ്ങയോ ശർക്കരയൊക്കെ. പക്ഷെ നമ്മളെല്ലാം ഇതിൽ ചേർത്തത് കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി വേണം എന്നുള്ളവർക്ക് അതും ചേർക്കാം. ഞാൻ ജസ്റ്റ് അങ്ങ് മടക്കണേ ഉള്ളൂ, ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ ഞാനിത് ചെയ്യാറുള്ളത് ചക്ക വരട്ടിയത് കൊണ്ടാണ്. ചക്ക വരട്ടിയത് നമ്മൾ ചക്ക ഇല്ലാത്ത സീസണിലാണല്ലോ എടുക്കുക. അപ്പോൾ അത് ഇപ്പോൾ ചക്ക തന്നെ ഉള്ളത് കാരണം ഞാൻ ചക്ക തന്നെ എടുത്തു. ചക്ക ഇല്ലാത്ത കാലത്ത് ഞാൻ ചക്ക വരട്ടിയത് എടുത്തിട്ട് ചെയ്യും. അപ്പോഴും സെയിം പ്രോസസ്സ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ചക്ക വരട്ടിയത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം, കാരണം അതിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഇതുമായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന്
ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും. സെയിം പ്രോസസ്സ് തന്നെ. ചക്ക വരട്ടുമ്പോഴും ഞാൻ ശർക്കരയൊന്നും ചേർക്കാറില്ല. മിക്കവാറും ആൾക്കാർ അങ്ങനെ ചേർക്കാറുണ്ട്. ഈ ചക്കയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നല്ല മധുരമുള്ള ചക്ക ആയത് കാരണം ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ജസ്റ്റ് അടയ്ക്കുന്നു. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. വെള്ളം വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സ്റ്റീം ചെയ്യാൻ പറ്റിയൊരു പാത്രം വെച്ചു. ഇഡ്ഡലി തട്ടിലൊക്കെ ചെയ്യാം. ഇഡ്ഡലി തട്ടിലൊക്കെ സ്റ്റീം ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ കുറച്ചും കൂടി അടുപ്പിൽ വെക്കാൻ ഈസി ഇതാണ്. സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 4 അടയാണ് ഉണ്ടാക്കിയത്. 7 ചക്കച്ചോളം ഉണ്ട്. പിന്നെ ശർക്കര അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ഇവിടെ മധുരം നല്ലോണം വേണം. മധുരം വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 ചക്കച്ചോളയ്ക്ക് 1 ശർക്കരയാണ് എടുത്തത്. അതിലേക്ക് പാകത്തിന് അരിപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ അതാ നല്ല അരി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ കിടന്നാൽ മതി. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അട അങ്ങ് തുറക്കുമ്പോൾ തന്നെ ചക്കയുടെ ഒരു വല്ലാത്ത സ്മെല്ലാണ്. നല്ല ടേസ്റ്റാണ്. ചക്ക വരട്ടിയതായാലും സ്മെല്ലാണ്. ഇതിപ്പോൾ ഫ്രഷ് ചക്കയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അടുത്തത് ചക്ക പായസമാണ്. മിക്കവാറും ആൾക്കാർ ചെയ്ത് നോക്കുന്നതായിരിക്കും. പിന്നെ ചക്ക ഇഷ്ടം പോലെ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി, ചക്ക ഹൽവ, ചക്ക പുഡിങ്, ചക്ക ഐസ്ക്രീം ഒക്കെ ചെയ്യാമല്ലോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ചക്ക പായസമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു 10-15 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. 10-12 ഉണ്ടാവുള്ളൂ. കൂടിപ്പോയാൽ 15 ഉണ്ടാവും. അത് ഞാൻ മിക്സിയുടെ ജാറിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ അരച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് നേരെ നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിക്കണം എന്നുള്ളവർക്ക് ഒഴിക്കാം. ഞാൻ നെയ്യ് പരമാവധി ഒഴിവാക്കുകയാണ്. നെയ്യ്, എണ്ണ ഇത്യാദി സംഭവങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിലേക്ക് ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കര ഉരുക്കി ഒഴിക്കുന്നുണ്ട്. ഒരു 12-13 ചക്കച്ചോളയാണ്. അതിലേക്ക് ഞാൻ 3 ശർക്കരയാണ് എടുത്തത്. അത് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. 3 ശർക്കര ഉരുക്കി അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് അഴുക്കൊക്കെ കളഞ്ഞ് ഉരുക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കണം. ആ ചക്കയും ശർക്കരയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കത്തിക്കൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. വിറകിൻ്റെ ആ ഗ്യാപ്പിലൂടെ തീ കത്തുന്നത് കാണുന്നുണ്ടാവും. അടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. കാരണം ഇതൊന്ന് കുറുകി വരാൻ ഇത്തിരി ടൈം എടുക്കും. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ട്രഡീഷണൽ ഐറ്റംസ് എല്ലാം നമ്മൾ അടുപ്പിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഗ്യാസിൽ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പോലും കുറച്ചും കൂടിയും ഒരു ഇതായി തോന്നുക അടുപ്പിൽ തന്നെയാണ്. നല്ല ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതിപ്പോൾ അത്രയും നല്ല പാത്രങ്ങളൊന്നുമില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. 3ാം പാൽ ഞാൻ എടുത്തിട്ടില്ല. 2ാം പാലാണ്. 2ാം പാൽ ഒരു 1.5 കപ്പ് ഉണ്ട്. 1.5 കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ പാലിൽ കിടന്നത് നന്നായിട്ട് കുറുകി വരണം. ഇതെല്ലാം മിക്സായി ഈ പാൽ കുറുകി നന്നായിട്ടൊന്ന് ടേസ്റ്റി ആയിട്ടൊന്ന് വരാനുണ്ട്. കുറച്ച് സമയം എടുക്കും ഇതിന്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാതെ നോക്കണം. ചക്കയാണ്, നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വിറകാണ് എന്നാൽ പോലും കൂടുതൽ കത്തിക്കാതെ കുറുക്കിയെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് എടുക്കും. ഏകദേശം ഒരു കപ്പ് കഷ്ടിച്ചേ ഉള്ളൂ. 3/4 കപ്പ് ഉണ്ട്. 1ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഏറ്റവും അവസാനം നമ്മൾ ഒഴിക്കുന്നത് 1ാം പാലാണ്. എല്ലാ പായസത്തിനും അങ്ങനെ തന്നെയാണ്. ഏറ്റവും അവസാനം 1ാം പാൽ ഒഴിച്ചു. അത് ഒരുപാട് സമയം വെക്കരുത്. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊന്ന് കുമ്പള അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് മാറ്റണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുക്ക് ചേർക്കണം. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട. അപ്പോൾ ഇതാ ഞാൻ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക പായസത്തിൽ ചുക്കുപൊടി നിർബന്ധം എന്നൊക്കെയാണ് പറയുക. ഒരു ടേസ്റ്റാണത്. ഞാൻ ചുക്ക് പൊടിച്ച് വെച്ചിരുന്നതാണ് ഇവിടെ. എനിക്ക് ചുക്കുപൊടി വാങ്ങിക്കാനും കിട്ടും. അത് ഇടുക. ഇപ്പം ഞാൻ പായസം വാങ്ങി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇന്ന് ചെയ്ത 4 വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചക്ക കിട്ടിയാൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയം എല്ലാവർക്കും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.